തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജനുവരി മാസം 29-ാം തീയതി. ശുഭ ദിനാശംസകൾ എല്ലാ ശ്രോതാക്കൾക്കും നേരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ യാക്കോബ് പദ്ദൻഅരാമിലെത്തുന്നതും നടക്കുന്ന സംഭവങ്ങളുമാണ് വിവരിച്ചിട്ടുള്ളത്. യാക്കോബ് ദീർഘയാത്ര ചെയ്ത് പദ്ദൻഅരാമിലെത്തി. സമയം 3-4 മണിയായി അവിടെ എത്തുമ്പോൾ എന്ന് വിചാരിക്കാം. കാരണം ആട്ടിൻകൂട്ടങ്ങളെ വെള്ളം കുടിക്കാനായിട്ട് ഇടയന്മാരെ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അങ്ങനെ ആട്ടിൻപറ്റങ്ങളെ കിണറിനടുത്ത് ഒത്തുകൂടുന്ന ആ നേരത്ത് യാക്കോബ് അവിടെ പോയി നിന്നപ്പോൾ ഇടയന്മാരോട് വന്നു. ഇടയന്മാരോട് ചോദിച്ചു, ഇവിടെ ലാബാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരാളുണ്ട്, ആളിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. അവരെ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ലാബാൻ്റെ മകള് ആടിനെയും കൊണ്ട് വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് പുറകെ ഉണ്ടെന്ന് പറഞ്ഞു. യാക്കോബിന് അത് കേട്ട് സന്തോഷമായി. യാക്കോബ് അവിടെ നിന്നപ്പോൾ ഇതാ ലാബാൻ്റെ മകൾ റാഹേൽ അവിടെ എത്തി. റാഹേലിനെക്കുറിച്ച് എടുത്തു പറയുന്നൊരു കാര്യം, അവൾ ബഹുസുന്ദരിയായിരുന്നു എന്നാണ്. ബഹുസുന്ദരിയായിരുന്നു. മെലങ്കോളിക്ക് കൊളറിക്കായ യാക്കോബ് റാഹേലിനെ കണ്ട മാത്രയിൽ തന്നെ ആകൃഷ്ടനായി. അത് മനസ്സിലാക്കിയ സൂത്രക്കാരനായ ലാബാൻ എന്ത് ചെയ്തു? യാക്കോബിനെ കൊണ്ട് 7 വർഷം റാഹേലിന് വേണ്ടി സേവനം നടത്തിച്ചു. ഭയങ്കരനാണല്ലേ? അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ 7 വർഷം തികഞ്ഞപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോടൊക്കെ പോകാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഓ ആകട്ടെ എന്ന് പറഞ്ഞു. ലാബാൻ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിളിച്ച് വരുത്തി വലിയൊരു വിരുന്ന് ഒരുക്കി. തൻ്റെ മകളെ യാക്കോബിനെ ഭാര്യയായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വലിയ വിരുന്നാണ് ഒരുക്കിയത്. വിരുന്നൊക്കെ കഴിഞ്ഞു. സന്ധ്യയായപ്പോൾ അവരുടെ മണിയറയിലേക്ക് യാക്കോബ് പ്രവേശിച്ചു. പുറകെ ഇതാ താനെ സ്നേഹിച്ചതായിരിക്കുന്ന റാഹേൽ ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ച് യാക്കോബോട് കഴിഞ്ഞു. എന്നാൽ ലാബാന് തൻ്റെ മകളായിരിക്കുന്ന ലേയാണ് യാക്കോബിൻ്റെ മുറിയിലേക്ക് ആനയിച്ചത്. നേരം വെളുത്തപ്പോഴാണ് ചതിവ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നേരം വെളുത്ത് എന്നതുവരെ ചതിവ് മനസ്സിലാക്കാഞ്ഞത് എന്നെനിക്കറിയില്ല. ഒരുപക്ഷേ ലേയ സ്വരം മാറ്റി സംസാരിച്ചോ, അതോ രണ്ടുപേരുടെയും സ്വരം ഒന്നു തന്നെയായിരുന്നോ? അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നുമില്ലല്ലോ. ഒരുപക്ഷെ അതുകൊണ്ട് മുഖം കാണാതെയാണ് അവർ രാത്രി കഴിച്ചു കൂട്ടിയതെന്ന് വേണം വിചാരിക്കാൻ. ഏതായാലും നേരം വെളുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ സ്നേഹിച്ച സ്ത്രീയെ അല്ല എനിക്ക് കിട്ടിയത്, അതിന് പകരം ലേയാണ്. എന്താ ലേയ്ക്ക് കുറവ്? ലേയെക്കുറിച്ച് പറയുന്നത് അവളുടെ കണ്ണുകൾ സൗന്ദര്യമുള്ള കണ്ണുകളായിരുന്നില്ല. എന്നാൽ ഡ്രൈ ഐസ് എന്ന് പറയും. കണ്ണുനീരിങ്ങനെ വന്ന് കണ്ണെപ്പോഴും നനഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ആ കണ്ണിനൊരു ജീവൻ തോന്നൂ. അങ്ങനെ വലിയ ഉണങ്ങിയ കണ്ണായിട്ട് ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു ലേയ. അതുകൊണ്ട് യാക്കോബിന് അവളെ അത്രത്തോളം സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഏതായാലും ലേയ യാക്കോബിന് ഭാര്യയായി. അവിടെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം, ദൈവം ലേയയുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവൻ രൂപേൻ എന്ന് പേരിട്ടു. അതെ, അത് കഴിഞ്ഞ് 7 വർഷം കൂടെ കഴിഞ്ഞ് റാഹേലിനെ കൊടുത്തു. പക്ഷേ റാഹേലിൻ്റെ ജീവിതം വളരെ ദുരിതമായി. കാരണം റാഹേല് ആഗ്രഹിച്ചത് യാക്കോബിൻ്റെ മകനെ പ്രസവിക്കണമെന്നാണ്. പക്ഷേ റാഹേൽ ഗർഭിണിയാകുന്നില്ല. റാഹേലിൻ്റെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞു. എന്താ ദൈവം അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ റാഹേൽ വലിയ പോരുകാരിയായിരുന്നു. ലേയ നിയമാനുസരണമുള്ള ഭാര്യയാണ്. മാത്രമല്ല ആദ്യ ഭാര്യയുമാണ് യാക്കോബിൻ്റെ. അതുകൊണ്ട് തൻ്റെ ഭർത്താവിനോടുകൂടെ ശയിക്കുവാനും ഉള്ളതായിരിക്കുന്ന അനുവാദവും അവകാശവും ലേയ്ക്കുണ്ട്. പക്ഷേ റാഹേൽ ഭയങ്കര പോരുകാരിയായതുകൊണ്ട് മാത്രമല്ല, യാക്കോബിന് റാഹേലിനോടാണ് സ്നേഹം എന്നുള്ളത് കൊണ്ടും ഏതാണ്ട് ലേയ കുടുംബജീവിതത്തിന് ഔട്ട് എന്ന് വേണം പറയാം. എന്നാൽ കൂടെ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ലേയ മക്കളെ പ്രസവിച്ചു. 4 പുത്രന്മാരെ ലേയ പ്രസവിച്ചു. അതിനുശേഷമാണ് ലേയയ്ക്ക് പ്രസവം ദൈവം മുടക്കിയത്. എന്നാൽ റാഹേലിന് ഇതുവരെ മക്കളൊന്നും ഉണ്ടായില്ല. റാഹേലെ വളരെ ബുദ്ധിമുട്ടി. റാഹേൽ ഒരു സൂത്രം കണ്ടുപിടിച്ചു, തൻ്റെ ദാസിയെ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഭാര്യയിൽ മക്കളുണ്ടായി. അപ്പോൾ ലേയും അവളുടെ ദാസിയെ ഭാര്യയായിട്ട് കൊടുത്തു. ആ സ്ത്രീയിലും മക്കളുണ്ടായി. അവസാനം ലേയുടെ മക്കൾ ആടിനെ തീറ്റി പോയെടുത്ത് ദൂതായിപ്പഴം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പഴം കണ്ടെത്തി. ആ ദൂതായിപ്പഴത്തിന് അങ്ങനെ ഫെർട്ടിലിറ്റി ഉണ്ടാക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് ഉണ്ട് എന്നുള്ളൊരു അന്ധവിശ്വാസം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് റാഹേല് ഗർഭിണിയാകാതിരുന്ന റാഹേൽ പറഞ്ഞു, എനിക്ക് ലേയോട് പറഞ്ഞു, എൻ്റെ ദൂതായിപ്പഴം തരണം, കുറച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നീ തന്നാൽ ഇന്ന് രാത്രി യാക്കോബ് നിന്നോടുകൂടെ കിടക്കുവാനായിട്ട് ഉറങ്ങുവാനായിട്ട് ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാസ്തവത്തിൽ ലേയ യാക്കോബിനെ തൻ്റെ ദൂതായിപ്പഴം കൊടുത്ത് വാടകയ്ക്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ദൈവം അവളെ അനുഗ്രഹിച്ചു. അവൾ വീണ്ടും ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ദൈവം ഒടുവിൽ റാഹേലിനോട് കരുണ കാണിച്ചു. റാഹേലിൻ്റെ ഗർഭം തുറന്നു.
റാഹേൽ ഒരു മകനെ പ്രസവിച്ചു, അവൻ്റെ ജോസഫ് എന്ന് പേരിട്ടു. ഇസ്രായേൽ ചരിത്രത്തിൽ അനുഗ്രഹീതനായിരിക്കുന്ന ഒരാളായിട്ട് അവൻ തീർന്നു എന്ന് മാത്രമല്ല, എല്ലാ ഇസ്രായേലിനും സംരക്ഷണം നൽകുവാൻ തക്കവണ്ണം ദൈവം അവനെ മിസ്രയീമിലെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തുകയും ചെയ്തു. എന്നാൽ എന്താ സംഭവിക്കുന്നത്? റാഹേലിൻ്റെ ജോസഫിനെ നഷ്ടമായി. കുറേ കഴിഞ്ഞപ്പോൾ നഷ്ടമായിപ്പോയി. സഹോദരന്മാരുടെ പകയാൽ അവനെ വിറ്റുകളഞ്ഞു. അങ്ങനെ അവന് മിസ്രയീമിലേക്ക് ഒരു അടിമയായിട്ട് പോകുവാനായിട്ടിടയായി. അതിനുശേഷം റാഹേൽ വീണ്ടും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. പ്രസവിക്കുന്ന സമയത്ത് അവൾ മരിച്ചുപോയി. അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. അങ്ങനെ വാസ്തവത്തിൽ റാഹേലിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒരു ദുരിതപൂർണമായ ജീവിതമായിരുന്നു. ഞാൻ പറയട്ടെ, ദൈവം എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് പറയാനായിട്ട് ഞാനാളല്ല. എന്നാൽ സഹോദരിയോട് പൊരുതി അവസാനം അത് ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇടയായി. അതുകൊണ്ട് റാഹേലിൻ്റെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു. യാക്കോബിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. യാക്കോബ് വഞ്ചിച്ച് ആണ് കാര്യങ്ങളെല്ലാം നേടി വന്നത്. അവസാനം ലാബാൻ 10 പ്രാവശ്യം യാക്കോബിനെ വഞ്ചിച്ചു. 10 പ്രാവശ്യം എൻ്റെ കൂലി മാറ്റി നിന്നു. ഒരു കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. യാക്കോബായാലും ശരി, ലേയായാലും ശരി, ആരായാലും ശരി, സത്യസന്ധമായിട്ടല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയാവില്ല. മത്സരികളായ എല്ലാ ഭാര്യമാർക്കും റാഹേൽ ഒരു മുന്നറിയിപ്പാണ്. മത്സരികളായ എല്ലാ ഭാര്യമാർക്കും ഒരു മുന്നറിയിപ്പാണ്. മത്സരിച്ചതുകൊണ്ട് റാഹേൽ ജയിച്ചില്ല. ശരിയാണ്, റാഹേലിന് ജോസഫിനെ കിട്ടി. പക്ഷേ ആ ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം, അവൻ്റെ വിജയം, അവൻ മിസ്രയീമിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതൊന്നും കാണാനായിട്ട് റാഹേലിന് ഇടയായില്ല. എന്ന് മാത്രമല്ല, സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം, ലേയും യാക്കോബും അവരെല്ലാവരും അടക്കപ്പെട്ടത് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയതായിരിക്കുന്ന ശ്മശാന ഭൂമിയിലാണ്. എന്നാൽ റാഹേലിനെ പറ്റി പറയുന്നത് അവൾ ബെഞ്ചമിനെ പ്രസവിക്കുന്നതായിരിക്കുന്ന സമയത്ത് വഴിയാത്രയിലായിരുന്നു. അവിടെ വെച്ച് അവൾ മരിച്ചു. വഴിയരികിൽ അവളെ അടക്കി എന്നാണ്. ഒരു പോരുകാരിയായ സ്ത്രീക്ക് സംഭവിച്ചതായിരിക്കുന്ന കാര്യമാണ്. സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് അവൾ തൻ്റെ സ്ഥാനം ഉപയോഗിച്ചു. തൻ്റെ സഹോദരിക്ക് ന്യായമായി ലഭിക്കേണ്ടത് അവൾക്ക് നൽകാതിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവൾ നേടിയെന്ന് വിചാരിച്ചത് അവൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. യാക്കോബിൻ്റെ കാര്യത്തിലായാലും റാഹേലിൻ്റെ കാര്യത്തിലായാലും സത്യസന്ധമായിട്ട് നാം കാര്യങ്ങൾ ചെയ്യണം. സത്യമല്ലാത്ത നേട്ടങ്ങൾ നമുക്ക് കോട്ടങ്ങളായിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം